നമ്മൾക്കുണ്ടാകുന്ന രോഗങ്ങളിൽ 80% ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണെന്നാണ് വെപ്പ്. അപ്പം അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് ഈ ഒബിസിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഒബിസിറ്റി ഇപ്പം നമുക്കറിയാം, നമ്മളൊരു 10 വർഷം മുമ്പ് എടുക്കുകയാണെങ്കിൽ ഇപ്പം ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാം, ഈ WHO തന്നെ ഡിസ്ക്രൈബ് ചെയ്തിരുന്നത് 60 രോഗങ്ങളോളം അവർ 60 രോഗങ്ങളിൽ ലിസ്റ്റ് ചെയ്തിരുന്നു ഒരു 10 years മുമ്പ്. അത് ഉണ്ടാകുന്നത് ഒബിസിറ്റി കൊണ്ടാണ്. നമ്മുടെ വെയിറ്റ് കൂടുന്ന ടൈപ്പ് അൺഹെൽത്തി ഫുഡാണ് ആക്ച്വലി കോസ്റ്റ് കുറവ്. ഹെൽത്തി ആയിട്ടുള്ള ഫുഡിന് കോസ്റ്റ് കൂടുതലാണ്. സെയിം തിങ് ഹാപ്പൻസ് ഇൻ യുഎസിലും. അവിടെ ഇത് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ $1 അവർക്ക് വയറ് നിറച്ചു, പക്ഷെ ആ ബർഗർ മുഴുവനും ജങ്ക് ഫുഡാണ്. അത് കൂടുതൽ കൊഴുപ്പുണ്ടാക്കുന്ന ഫുഡുകളാണ്. മറ്റേതിന് ഭയങ്കര കോസ്റ്റ് കൂടുതലാണ്. ദി സെയിം സിറ്റുവേഷൻ സ്ലോലി നമ്മുടെ രാജ്യം വന്നിരിക്കുകയാണ്. കണ്ടമാനം കൺസേൺ ഉണ്ടായിരുന്നു, ഒരു സർജറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രശ്നം, ഇതിനു വേണ്ടിയിട്ട് ഒബിസിറ്റിക്ക് വേണ്ടിയിട്ട് സർജറി ചെയ്യുമോ എന്നൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷേ വളരെയധികം ഒരുപാട് സാറ് ഞാൻ കാണാറുണ്ട്, സാർക്ക് തന്നെ വരാറുള്ള മെസ്സേജുകളും ഇതൊക്കെ വെരി താങ്ക്ഫുൾ ടു യു. കാരണം അവരുടെ ലൈഫ് തന്നെ മാറിപ്പോണം. ഞാൻ പല ആൾക്കാരും എൻ്റെ ഫ്രണ്ട്സിനെ പോലും കണ്ടിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട്. അവരുടെ വെരി ഡിസേർവിങ് സർജറീസ്, ചില സർജറീസ് ഉണ്ടല്ലോ നമ്മളുടെ ആൾക്കാർ. കാരണം വെച്ചാൽ ഈ ഒബീസ് ആൾക്കാരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ ആരോഗ്യം മാത്രമല്ല, അവർക്കുള്ള സോഷ്യൽ സ്റ്റിഗ്മ, അവരുടെ ഫാമിലി ലൈഫ്, അവരുടെ ഇപ്പം സെക്ഷൽ ആയിട്ടുള്ള അവരുടെ അത് അങ്ങനെയുള്ള കണ്ടമാനം പ്രശ്നങ്ങൾ അവർക്ക് ട്രാവൽ ചെയ്യാനുള്ള. അപ്പൊ അതെല്ലാം മാറി കിട്ടുകയാണ്. അവരൊരു ദേ ആർ ഗോയിങ് ടു ഗെറ്റ് എ ന്യൂ ലൈഫ്. നമ്മൾ ഒരു ദിവസം നമുക്ക് ആവശ്യത്തിനുള്ള ഫുഡാണോ കഴിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത് ആവശ്യത്തിനുള്ളതിൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ പതുക്കെ ഇതിപ്പം ഒരു ദിവസം കൊണ്ടല്ല ഈ ഒബീസ് ആകുന്നത്. ഒബീസ് ആകുന്നത് ഇറ്റ്സ് എ ലോങ് പ്രോസസ്. അവൻ കുറെ നാളായിട്ട് അവൻ കഴിച്ച് അതിങ്ങനെ കൂടി വരും. അത് അവർ മനസ്സിലാക്കണം. ഇന്ന് നമ്മളോടൊപ്പം ഇരിക്കുന്നത് മുഹമ്മദ് ഇസ്മായിൽ സാറാണ്. അദ്ദേഹം ബാരിയാട്രിക് സർജറി ഇന്ത്യയിൽ തന്നെ ആദ്യമായി തുടങ്ങി വെച്ച ആൾക്കാരിൽ ഒരാളാണ്. അതായത് കേരളത്തിൽ 2006 ഈ ഒരു ഭാരക്കൂടുതലിന് വേണ്ടി മാത്രം സർജറി ചെയ്യുന്നത് നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ കുറേ ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും. പക്ഷേ അന്ന് കേട്ട അറിവ് പോലും ഇല്ലാത്ത തരത്തിലുള്ള ഒരു സർജറി ആദ്യമായി കേരളത്തിൽ തുടങ്ങി വെച്ച് ഏറ്റവും അധികം സർജറീസ് നടത്തി, 2500ഓളം സർജറീസ് നടത്തി ഇന്ത്യയിൽ തന്നെ ഒരു പയനിയർ സെൻ്ററായിട്ട് മാറ്റി എടുത്ത ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ഒബിസിറ്റിയെ പറ്റിയും അതിനെപ്പറ്റിയുള്ള മിത്തുകൾ ബ്രേക്ക് ചെയ്യുക, അതാണ് ഏറ്റവും പ്രധാനം. അതിനെപ്പറ്റി പല തെറ്റിദ്ധാരണകളുണ്ട് ജനങ്ങൾക്ക്. അപ്പോൾ അത് അദ്ദേഹത്തിനോട് ചോദിക്കാം എന്നുള്ളതിലേക്ക് ഞാൻ ഡോക്ടർ വിഷ്ണു വാസുദേവൻ, ഞാൻ ഒരു എൻഡോക്രൈനോളജിസ്റ്റാണ്. അതായത് ഹോർമോൺ അസുഖങ്ങൾ സംബന്ധിച്ചിട്ടുള്ള രോഗങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറാണ്. ഭാരക്കൂടുതലും ഒരു ഹോർമോൺ അസുഖമാണെന്നാണ് എൻ്റെ അഭിപ്രായം. സാർ അഭിപ്രായം കൂടി നമുക്ക് ചോദിക്കാം. വെൽക്കം സാർ. താങ്ക് യു സാർ. നമുക്ക് ഇപ്പോൾ പ്രധാനമന്ത്രി പോലും ഇതിനെ പറ്റിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് പേരെ നോമിനേറ്റ് ചെയ്യുകയും ചെയ്തു, മോഹൻലാൽ ഉൾപ്പെടെ. നിങ്ങൾ ഭാരക്കൂടുതലിനെ പറ്റി സംസാരിക്കണം, ഇതൊരു രോഗമാണെന്ന്. പക്ഷേ ഇത് ഇൻഡിവിജ്വലിൻ്റെ മുകളിൽ, അതായത് ഭാരം കൂടുതലുള്ള ഒരു വ്യക്തിയുടെ മുകളിൽ ആണ് എല്ലാ അവരുടെ പ്രശ്നങ്ങളുടെ കാരണമായിട്ട് കണക്കാക്കുന്നതെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം അദ്ദേഹം പറഞ്ഞത് 10% നമ്മുടെ ഫാറ്റിൻ കണ്ടന്റ് കുറയ്ക്കണം, ഭക്ഷണത്തിൽ കുറയ്ക്കണം. അപ്പോൾ ആ ഒരു മെസ്സേജാണ് സ്പ്രെഡ് ചെയ്യണം എന്ന് അദ്ദേഹം പറഞ്ഞത്. ഇതിനെപ്പറ്റി സാർക്ക് എന്താണ് പറയാനുള്ളത്? ശരിക്കും നമ്മളറിയാം, കുറേ കാലങ്ങളായിട്ട് നമ്മൾ പറഞ്ഞു വരുന്നതാണ് നമ്മളുടെ ലൈഫ് സ്റ്റൈലിനെ പറ്റിയിട്ട്. നമ്മൾക്കുണ്ടാകുന്ന രോഗങ്ങളിൽ 80% ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണെന്നാണ് വെപ്പ്. അപ്പം അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് ഈ ഒബിസിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഒബിസിറ്റി ഇപ്പം നമുക്കറിയാം, നമ്മളൊരു 10 വർഷം മുമ്പ് എടുക്കുകയാണെങ്കിൽ ഇപ്പം ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാം, ഈ WHO തന്നെ ഡിസ്ക്രൈബ് ചെയ്തിരുന്നത് 60 രോഗങ്ങളോളം അവർ 60 രോഗങ്ങളിൽ ലിസ്റ്റ് ചെയ്തിരുന്നു ഒരു 10 years മുമ്പ്. അത് ഉണ്ടാകുന്നത് ഒബിസിറ്റി കൊണ്ടാണ്. എന്നുവെച്ചാൽ ഒബിസിറ്റി അതിനൊരു കാരണമാണ് എന്നുള്ളത്. ഇപ്പൊ ഹാർട്ട് ഡിസീസ്, ഡയബറ്റിസ്, വെരിക്കോസ് വെയിൻസ് അങ്ങനെയുള്ളതെല്ലാം പറഞ്ഞിരുന്നു. അന്ന് പറഞ്ഞിരുന്നത് ഈവൻ 2 ക്യാൻസേഴ്സിന്റെയും പേര് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ബ്രസ്റ്റ് ക്യാൻസേഴ്സും അതേപോലെ കോളൺ ക്യാൻസേഴ്സും. ഇത് രണ്ടും ഏകദേശം 30% ഒബീസ് ആണെങ്കിൽ 30% ഇത് വരാനായിട്ടുള്ള. ഇന്നിപ്പോൾ നമ്മൾ വെബ്സൈറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ 60 എന്നുള്ളത് 200 ആയിരിക്കും. 200 അസുഖങ്ങൾ ശരിക്കും ഈ ഒബിസിറ്റി കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് ആവുന്നതാണ്. അപ്പോൾ ഒബിസിറ്റി ബേസിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. പക്ഷേ അതിൻ്റെ അകത്ത് നമുക്ക് പറയാനായിട്ടുള്ളത്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ, പാപ്പ ഉമ്മ അല്ലാന്നുണ്ടെങ്കിൽ അച്ഛൻ അമ്മ വണ്ണമുള്ളവരാണ്, കുടുംബത്തിലെല്ലാവരും വണ്ണമുള്ളവരാണ്. ശരിയാണ്. ഒരു 25 മുതൽ
30%, ഒരു 25 to 30% ഇത് ജനറ്റിക് ഉള്ളതാണ്. പക്ഷെ ഞങ്ങൾ യൂഷ്വലി നമ്മൾ ഈ ഒബിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സർജറി ചെയ്യേണ്ടി വരുമ്പോൾ അങ്ങനെയുള്ള ഒബിസിറ്റി സർജൻസ് ഓർ ബെറിയാട്രിക് സർജൻസ് നമ്മൾ പറയുന്നത് ദി ജനറ്റിക് ഈസ് ഓൺലി ദി ഗൺ, ദി ലൈഫ് സ്റ്റൈൽ ഈസ് ദി ട്രിഗർ. അപ്പം ആ ലൈഫ് സ്റ്റൈലും ഇത് രണ്ടും കൂടെ ഇത് വരുമ്പോഴേ ഉള്ളൂ നമ്മൾക്ക് ആവശ്യത്തിലധികം വണ്ണം വെക്കുകയുള്ളൂ. ഞാൻ അതിനെ പറ്റിയാണ് സാർ സംസാരിച്ചത്. അതായത് നമ്മളുടെ ഒരു വിൽ പവറിന്റെ കുറവ് ആ വ്യക്തിയുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്നുണ്ടല്ലോ. പല ആൾക്കാരും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ പല പേഷ്യൻസും പറയാറുണ്ട്, ഞങ്ങളിപ്പോൾ ബാക്കിയുള്ളവർ കഴിക്കുന്നതിനേക്കാളും കുറവേ ഭക്ഷണം കഴിക്കുന്നുള്ളൂ. നമ്മൾ നോക്കുകയാണെങ്കിൽ ശരി തന്നെയാണ്. അളന്ന് നോക്കുമ്പോൾ പോലും അവർ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നവരല്ല. ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ കൂടി ബാക്കിയുള്ളവർ വല്ലാതെ ആക്റ്റീവും ഇവർ മാത്രം ഒട്ടും ആക്റ്റീവ് അല്ലാത്തത് അങ്ങനെയുമില്ല. അപ്പോൾ ജനറ്റിക്കിന് എന്തായാലും ഇതിന് പ്രത്യേകിച്ച് ഒരു റോളുണ്ട്. ഒരു ഡിസീസ് എന്നുള്ള നിലയ്ക്ക് തന്നെ ഇതിനെ കൺസിഡർ ചെയ്യണം, മൾട്ടി ഫാക്ടോറിയൽ ഡിസീസ്. അല്ലാതെ ഒരൊറ്റ ആളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് തീർച്ചയായിട്ടും. Scientifically it is proved that it is a multifactorial disease. വിൽ പവറിന്റെ കുറവ് എന്നുള്ളതാണ് ഒരു പ്രശ്നം വരുന്നത്. ഒബിസിറ്റി സർജറി, ഇപ്പോൾ സർജറി പറ്റി പറഞ്ഞു, കുറേ ഒരു ബാരിയേഴ്സ് ഉണ്ടാവുമല്ലോ ഈ സർജറി ചെയ്യാൻ. അതിലൊരു ബാരിയറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ പേഷ്യൻസിനോട് കൗൺസിൽ ചെയ്യുമ്പോൾ അവർ സ്വയം ഒരു തോൽവിയായിട്ട് കൺസിഡർ ചെയ്യണം. സർജറിക്കൊക്കെ വേണ്ടി ഒരു ഭാരക്കൂടുതലിന് വേണ്ടി മാത്രമേ സർജറിയൊക്കെ ചെയ്യുക എന്നുള്ളൊരു, അത് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത പോലെ ഞാൻ ചെറുതായിട്ടൊന്ന് ഹിൻഡ് ചെയ്യുമ്പോൾ തന്നെ അതൊക്കെ നമ്മളുടെ ഈ ഒരു സംസാരത്തിൽ കൂടെ അതൊക്കെ മാറുള്ളൂ. ജനങ്ങളുടെ ഇടയിലുള്ള കൺസെപ്റ്റ് ഇതിൻ്റെ ഒരു ഇതിനെ പറ്റിയിട്ടൊരു അവയർനെസ് ഉണ്ടാകേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ ഒബിസിറ്റി നമ്മളെപ്പോഴും നമ്മൾ പണ്ട് മുതലേ നമ്മൾ പറയാറുള്ളത് പോലെ ദി പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് ആദ്യമായി നമ്മൾ എടുക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എസ്പെഷ്യലി കുടുംബത്തിൽ ഒബീസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അത് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എന്തൊക്കെ നമുക്ക് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം? തീർച്ചയായിട്ടും ഇഷ്ടം പോലെ മാർഗങ്ങൾ ഇപ്പോൾ നമ്മൾ ഒബീസ് ആകാതിരിക്കാനായിട്ട് ഉണ്ട്. അപ്പം അതിൻ്റെ അകത്തൊരു ബേസിക്കായിട്ട് ഇപ്പം വിഷ്ണു നേരത്തെ പറഞ്ഞ പോലെ പല കാരണങ്ങളിൽ ഒരു കോമൺ മാൻ നമ്മളുടെ മനസ്സിൽ വെക്കേണ്ട, കോമൺ മാൻ മാത്രമല്ല എല്ലാവരും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, ഒബിസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിമ്പിൾ ഇക്വേഷൻ ബിറ്റ്വീൻ യുവർ എനർജി ഇൻടേക്ക് ആൻഡ് എനർജി ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്കിപ്പോൾ ഒരു ദിവസം നമ്മൾക്ക് ഒന്നും ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾക്ക് ശരീരത്തിന് നമ്മളുടെ ഹാർട്ട് ഇടിക്കാനായിട്ട്, നമ്മുടെ ലങ്സ് വികസിക്കാനായിട്ട്, നമ്മൾക്ക് ഉള്ളിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്താനായിട്ട് ഒരു എനർജി ആവശ്യമാണ്. അതാണ് നമ്മൾ ബേസിക് മെറ്റബോളിക് റേറ്റ് എന്ന് പറയും. അത് സാധാരണ രീതിയിൽ നമ്മളൊരു അഡൾട്ടിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് 600 കിലോ കാലറീസ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം ഒരാളും അങ്ങനെ തന്നെ കിടക്കൂലല്ലോ, നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മൾക്ക് നമ്മളുടെ എനർജി നമുക്ക് ആവശ്യമാണ്. അതിപ്പോൾ ആ എനർജി വ്യത്യാസപ്പെട്ടിരിക്കും. ഒരു ഡോക്ടറിന്റെ എനർജി ആയിരിക്കത്തില്ല ഒരു പറമ്പിൽ പണിയെടുക്കുന്ന ആൾക്ക് വേണ്ടി വരിക, അവന് കൂടുതൽ എനർജി. ഈ എനർജി നമ്മൾക്ക് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? നമുക്ക് കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് മാത്രമേ ഈ എനർജി ഉണ്ടാവുള്ളൂ, വേറെ ഒരിടത്തും ഇനി എനർജി ഉണ്ടാവില്ല. അപ്പോൾ സപ്പോസ് ഞാനൊരു ഒരു കാൽക്കുലേഷൻ, ഒരു 1000 കിലോ കാലറീസ് ഒരാൾക്ക് എനർജി ആവശ്യമുണ്ട് ഒരു ദിവസത്തിൽ. ഇത് ഭക്ഷണത്തിൽ നിന്നാണ് കിട്ടുക. ഈ ഭക്ഷണത്തിൽ നിന്ന് 1000-ന് പകരം അവന് 2000 കിലോ കാലറീസ് ജനറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്കറിയാം, നിങ്ങളൊക്കെ ഹോട്ടലിലൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം, അവിടെ ഇപ്പം പണ്ടൊക്കെ പുറത്തായിരുന്നു, ഇപ്പം നമ്മുടെ നാട്ടിലും അത് തുടങ്ങി. ഇപ്പോൾ ഒരു കാപ്പി ആണെങ്കിൽ എത്ര കിലോ കാലറീസ് ആണ്, ഒരു കേക്ക് ആണെങ്കിൽ എത്ര കിലോ കാലറീസ് ആണ്, അതൊക്കെ അതിൻ്റെ ഉള്ളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ ഒരു 3 ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും ഒരു കാപ്പിയും കഴിക്കുമ്പോൾ എത്ര കിലോ കാലറീസ് ഉണ്ടാകുന്നത്? ഒരു 200-250 കിലോ കാലറീസ് ചിലപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കഴിച്ചു വരുമ്പം അതിൻ്റെ അന്നൊരു 1000 കിലോ കാലറി ആവശ്യമുള്ളവൻ 2000 കിലോ കാലറിയുടെ ഫുഡ് ഊർജ്ജം ഈ ഫുഡിൽ നിന്ന് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ ബാക്കി വരുന്ന 1000 കിലോ കാലറീസ് എന്താ ചെയ്യുക? ഈ ബോഡിയിൽ നേരെ ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുക. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സപ്പോസ് 1000 നമുക്ക് ആവശ്യമുണ്ട്. നമ്മളിപ്പോൾ നോമ്പ് സമയം, ഇതിപ്പോൾ നോമ്പ് സമയമാണ്. നോമ്പ് സമയത്ത് നമ്മൾക്ക് 500 കിലോ കാലറീസേ ജനറേറ്റ് ചെയ്യുന്നുള്ളൂ. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് 500 കിലോ കാലറീസ് ജനറേറ്റ്. സാധാരണ നോമ്പിന് അങ്ങനെയൊന്നും അല്ല, സാധാരണക്കാരും കൂടുതൽ കഴിക്കുന്ന ആൾക്കാരാണല്ലോ. പക്ഷെ അതിൻ്റെ ആ നോമ്പിൻ്റെ ഒരു കറക്റ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച്, അപ്പം നമ്മുടെ ഈ ഫാറ്റ് ബേൺ ചെയ്യും. അങ്ങനെയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ദിവസം നമുക്ക് ആവശ്യത്തിനുള്ള ഫുഡാണോ കഴിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് ആവശ്യത്തിനുള്ളതിൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ
പതുക്കെ ഇതിപ്പം ഒരു ദിവസം കൊണ്ടല്ല ഈ ഒബീസ് ആകുന്നത്. ഒബീസ് ആകുന്നത് ഇറ്റ്സ് എ ലോങ് പ്രോസസ്. അവൻ കുറേ നാളായിട്ട് അവൻ കഴിച്ച് അതിങ്ങനെ കൂടി വരും. അത് അവർ മനസ്സിലാക്കണം. മാതൃകാപരമായിട്ടുള്ള എക്സാമ്പിൾസ് നമ്മുടെ സമൂഹ മാധ്യമത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ മമ്മൂട്ടിയെ പറ്റി എല്ലാവരും പറയും, അദ്ദേഹത്തിന്റെ ഫുഡിന്റെ ഹാബിറ്റ്സിനെ പറ്റി പറയും. അദ്ദേഹം പറയും അദ്ദേഹം എല്ലാം കഴിക്കും, പക്ഷെ ഉച്ചയ്ക്ക് ഒരു ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ അത് വൈകുന്നേരം അത് കോമ്പൻസേറ്റ് ചെയ്യും. എക്സസൈസ് ഷുഡ് ബി എ പാർട്ട് ഓഫ് യുവർ ലൈഫ്. എക്സസൈസ് ആൻഡ് നമ്മൾ ഫുഡ് ഇൻടേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഇത് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. അത് നോക്കാത്ത ആൾക്കാർക്കാണ് പിന്നീട് നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റും ഇതും സർജിക്കൽ ട്രീറ്റ്മെന്റും എല്ലാം. സാർ ഇപ്പം എങ്ങനെ ഈ ഫീൽഡിലേക്ക്, ആക്ച്വലി ഞാൻ കുറച്ച് വലിയ ക്വസ്റ്റൻ ആണ് ചോദിക്കുന്നത്, പക്ഷേ സാർ എന്താ ഈ ഫീൽഡിൽ ഇൻട്രസ്റ്റ് ആവാൻ കാരണം, എന്തുകൊണ്ടാണ് ഈ ഫീൽഡിൽ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒബിസിറ്റി സർജറി എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇത് 1967 കണ്ടുപിടിച്ച ഒരു ഓപ്പറേഷനാണ്. അന്ന് കണ്ടമാനം വണ്ണമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ആഹാരം പോകുന്ന വഴി, ഇപ്പം നമുക്കറിയാം നമ്മളുടെ ആമാശയം എന്ന് പറയുന്നത് ഒരു 1-1.5 ലിറ്റർ കപ്പാസിറ്റി ഉള്ളതാണ്. നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ആമാശയത്തിൽ ചെന്നിട്ട് അത് മിക്സിങ്, നമ്മൾ ആമാശയത്തെ നമ്മൾ പറയുന്നത് നമ്മളുടെ മിക്സിങ് ഗ്രൈൻഡർ എന്നാണ് പറയുക. നമ്മൾ കഴിക്കുന്ന ആഹാരം എല്ലാം നല്ല പേസ്റ്റ് രൂപത്തിലാക്കും. അത് കഴിഞ്ഞ് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് അത് ചെറുകുടലിലേക്ക് പോകും. ചെറുകുടൽ എന്ന് പറയുന്നത് ഒരു 6 to 7 മീറ്റേഴ്സ് നീളമുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കംപ്ലീറ്റ് ഇത് ആഗിരണം ചെയ്യും. ഈ ചെറുകുടലിൽ നിന്നാണ് ഇത് കംപ്ലീറ്റ് ആഗിരണം ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒബിസിറ്റി സർജറിക്ക് വേണ്ടി 1967 കണ്ടുപിടിച്ച, അത് വേറൊരു സർജറിയുടെ ഭാഗമായിട്ട് ആൾക്കാർ കണ്ടുപിടിച്ചാണ്. ഞാൻ അതിലേക്ക് വളരെ വിശദമായിട്ട് പോകുന്നില്ല. എന്തായാലും നമ്മൾ ഈ പോകുന്ന, അപ്പോൾ ഈ ഒബീസ് ആൾക്കാർക്കുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആമാശയം വലുതായിരിക്കും. ഈ ഒരു 1.5-2 ലിറ്റർ കപ്പാസിറ്റി എന്ന് പറയുന്നത് അവരുടെ ആമാശയം നോക്കുകയാണെങ്കിൽ ഒരു 3 to 4 ലിറ്റേഴ്സ് കപ്പാസിറ്റി ഉണ്ടാവും. അപ്പം അതേപോലെ തന്നെ വിഷ്ണുവിന് നല്ലപോലെ അറിയാം, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും വലിയൊരു എൻഡോക്രൈൻ ഓർഗൻ എന്ന് പറഞ്ഞാൽ ഹോർമോൺസ് ഉണ്ടാക്കുന്ന ഓർഗൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഗ്യാസ്ട്രോഇന്റെസ്റ്റൈനൽ ട്രാക്ട് ആണ്. അതിൻ്റെ അകത്തുനിന്ന് ഏകദേശം 100ഓളം ഹോർമോൺസുകൾ ഉണ്ടാകുന്നുണ്ട്. ഈ ഹോർമോൺസുകളെല്ലാം നമ്മളുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ഫാറ്റ് ഇപ്പം ഡിപ്പോസിറ്റ് ചെയ്യുന്നതിന്, അതേപോലെ നമ്മളുടെ വിശപ്പ് ഉണ്ടാകുന്നത്. ഇപ്പം നമുക്ക് നോർമലായിട്ട് അറിയാം, ഈ ആമാശയത്തിന് വലിപ്പം കൂടുമ്പോൾ നമ്മളിപ്പം നോർമലായിട്ടുള്ള ആമാശയമുള്ള ആൾക്കാർക്ക് 3 ഇഡ്ഡലി 4 ഇഡ്ഡലി കഴിച്ച് കഴിയുമ്പോൾ വയറ് നിറഞ്ഞു എന്നുള്ള ഒരു ഫീൽ, ആ ഒരു ഫീൽ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഫുഡ് ചെന്നിട്ട് സ്റ്റമക്കിന്റെ വോൾ സ്ട്രെച്ച് ചെയ്യണം. ആമാശയവും ചെറുകുടലും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് ആ ഫുഡ് വന്ന് നിന്ന് ഈ സ്റ്റമക്ക് ഫില്ല് ചെയ്ത് സ്റ്റമക്ക് വോൾ സ്ട്രെച്ച് ചെയ്യുമ്പോഴാണ് സിഗ്നൽസ് നമ്മുടെ ബ്രെയിനിലേക്ക് പോവുക. നമ്മൾ നിറഞ്ഞു എന്നുള്ള ഫീല്, നമ്മൾ മെഡിക്കൽ ടേം പറയുന്നത് സെറ്റൈറ്റി എന്നാണ് പറയുക. അപ്പോൾ ഇതെല്ലാം ക്രമീകരിക്കുന്ന ആമാശയത്തിൽ നിന്ന് കുറേ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമാശയത്തിൻ്റെ വലിപ്പം കുറച്ചു. അതിൻ്റെ അകത്തുനിന്ന് കട്ട് ചെയ്ത്, ചില ഓപ്പറേഷനുകളിൽ നമ്മൾ എക്സസ് ആയിട്ടുള്ള ആമാശയം പുറത്ത് കളയും, ചിലതുള്ളത് ജസ്റ്റ് കട്ട് ചെയ്ത് പുതിയൊരു സ്റ്റൊമക്ക് ഉണ്ടാക്കും. അതേപോലെ തന്നെ ചെറുകുടൽ നമ്മളൊന്ന് റീഅലൈൻമെന്റ് ചെയ്യും. ഈ 6 മീറ്റർ 7 മീറ്ററിൽ നിന്നുള്ള അബ്സോർപ്ഷൻ പകരം ഒരു 4 മീറ്റർ 5 മീറ്റർ ആക്കും. അപ്പം ആഹാരം ചെല്ലുന്നത് കുറയും, അതേപോലെ തന്നെ അബ്സോർബ് ചെയ്യുന്നതും കുറയും. അപ്പം ഈ ആഹാരത്തിൽ നിന്നുണ്ടാകുന്ന കാലറീസിന്റെ അളവ് കുറയും. ഇത് 1967 കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഇത് അന്ന് ചെയ്യാതിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ണമുള്ള ഇപ്പോൾ ഒരു 100 കിലോ 150 കിലോ ഒക്കെ ആൾക്കാരുടെ വയറിൻ്റെ അകത്തൊരു 10 സെന്റിമീറ്റർ തന്നെ ഫാറ്റ് ആയിരിക്കും. അത് തുറന്ന് ചെയ്ത് കഴിയുമ്പോൾ ആ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ മുറിവ് കൂടിച്ചേരാനായിട്ടുള്ള പ്രയാസം, അതേപോലെ ഇത്രയും വലിയ മുറിവ് ഉണ്ടായി കഴിയുമ്പോൾ അവർക്ക് ശ്വാസം വിടാനായിട്ടുള്ള പ്രയാസം, അങ്ങനെ പകുതി കൂടുതൽ പേര് മരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഓപ്പറേഷൻ അത് നിർത്തിവെച്ചു. ഇതേപോലെ തുറന്ന് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലങ്ങൾ, ഇവർക്ക് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, അപ്പം കണ്ടമാനം മോർട്ടാലിറ്റി ഭയങ്കര കൂടുതലായിരുന്നു. 1992 ലാപ്രോസ്കോപ്പിക് സർജറി നിലവിൽ വന്നു. അപ്പൊ ഈ സർജറികൾ ഈ വയർ തുറക്കാതെ ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഇത് വളരെയധികം കീ ഹോൾ സർജറി. ഇന്ന് ഇപ്പൊ മൊത്തം സർജറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ യൂറോളജി, എല്ലാ ടൈപ്പിലുള്ള ശരീരത്തിലുള്ള സർജറി എടുക്കുകയാണെങ്കിൽ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു ഓപ്പറേഷൻ ഈ വണ്ണം കുറയുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്പറേഷനാണ്. കാരണം വെച്ചാൽ അവിടെയുള്ള 1/3 പോപ്പുലേഷൻ, ഹാഫ് ഓഫ് ദി, ഇപ്പം ലേറ്റസ്റ്റ് അവരുടെ, ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ ഞങ്ങൾ ഇന്റർനാഷണൽ ഒസിക്കോൺ, ഞങ്ങളുടെ ഒബിസിറ്റി സർജൻസ് കോൺഫറൻസ് മുംബൈയിൽ നടന്നു. അപ്പോൾ അവിടുന്ന് US നിന്ന് കുറേ പ്രതിനിധികളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് 50% പോപ്പുലേഷൻ ഇൻ US ഈസ് ഒബീസ്. അപ്പോൾ അതിൽ 1/3 നീഡ്സ് സർജറി. അപ്പോൾ ഏറ്റവും കൂടുതൽ അവിടെ സർജറി നടക്കുന്നത് ഇങ്ങനത്തെ ടൈപ്പ് സർജറിയാണ്. ഇന്ത്യയും ഇപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയും ഇപ്പം അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയൊക്കെ അതിന് പുതിയ സ്റ്റാറ്റിസ്റ്റിക്സ് വന്നു. നമ്മളിൽ ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ, ഒബിസിറ്റി കൊണ്ടുള്ള അസുഖങ്ങളാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉണ്ടാകുന്നതെന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത്. അതിൻ്റെ പേരിലാണ് അദ്ദേഹം വളരെ കാര്യമായിട്ട് അത് എടുത്തിരിക്കുകയാണ്. കാരണം വെച്ചാൽ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് അവർ ആ റിസർച്ച് റിപ്പോർട്ട് വന്ന ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2050 ആകുമ്പോൾ
2050 ആവുമ്പോൾ അമേരിക്കയെക്കാളും മോശമാവും ഇന്ത്യയുടെ അവസ്ഥ. അപ്പോൾ നമ്മൾ ആ ഒരു ഭാവി ഒരു നെക്സ്റ്റ് ജനറേഷൻ നമ്മളൊക്കെ ചിലപ്പോൾ അന്ന് കാണില്ലായിരിക്കും, പക്ഷേ നെക്സ്റ്റ് ജനറേഷൻ ഈസ് ഗോയിങ് ടു സഫർ. സോ ഹീസ് ടേക്കിങ് എ വെരി ഇഫക്റ്റീവ് ആൻഡ് വെരി ഒരു ഭയങ്കര തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ഷനാണ്. കാരണം വെച്ചാൽ അവിടെ നിന്ന് വരുമ്പോൾ നമ്മളൊക്കെ ഇപ്പം കടമാനം വരുന്ന ആൾക്കാർക്ക് വിഷ്ണുവിന് അറിയാതിരിക്കും വണ്ണം കുറയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുക, ഒന്നും മിക്കവാറും 90% മൈൻഡ് ചെയ്യില്ല അല്ലേ. നിങ്ങൾക്കറിയാം ഇപ്പോൾ ഡയബറ്റീസുകാരിൽ 1/3 ഓഫ് ദി ഡയബറ്റീസ് ഈസ് ഒബീസ്. അവരുടെ BMI ഉണ്ട്, വണ്ണമുള്ള ആൾക്കാർ നമ്മൾ നിങ്ങൾ വണ്ണം കുറയ്ക്കണം കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം വരുമ്പോൾ അവർ 1 കിലോ കൂടിയിട്ടുണ്ടാവും. പക്ഷേ ഡോക്ടർമാർ പറയുന്നതിൽ അത്ര ഇതാ. പക്ഷേ ഇപ്പോൾ ഈ പൊളിറ്റീഷ്യൻസും ഈ ആൾക്കാർ പറയുമ്പോൾ അത് ആൾക്കാരുടെ ഇടയിലേക്ക് കുറച്ച് കൂടുതൽ ഇതിനൊരു പൊളിറ്റിക്കൽ വില്ലും കൂടി വേണം എന്നുള്ളതാണ്. ഇന്നിപ്പോൾ നമ്മുടെ പേപ്പറിലൊരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു സാർ ഇതിനെ പറ്റിയിട്ട്. അതായത് നമ്മുടെ വെയിറ്റ് കൂടുന്ന ടൈപ്പ് അൺഹെൽത്തി ഫുഡാണ് ആക്ച്വലി കോസ്റ്റ് കുറവ്, ഹെൽത്തി ആയിട്ടുള്ള ഫുഡിന് കോസ്റ്റ് കൂടുതലാണ്. ഇതാണ് സെയിം തിങ് ഹാപ്പൻസ് ഇൻ US ഓൾസോ. US-ലും അവിടെ ഇത് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ $1 അവർക്ക് വയറ് നിറച്ചു, പക്ഷെ ആ ബർഗർ മുഴുവനും ജങ്ക് ഫുഡാണ്, അത് കൂടുതൽ കൊഴുപ്പുണ്ടാക്കുന്ന ഫുഡുകളാണ്, മറ്റേതിന് ഭയങ്കര കോസ്റ്റ് കൂടുതലാണ്. ദി സെയിം സിറ്റുവേഷൻ സ്ലോലി നമ്മുടെ രാജ്യം വന്നിരിക്കുകയാണ്. അപ്പൊ അത് നമ്മൾ തന്നെ ഈ പറഞ്ഞതുപോലെ അത് വളരെ ഇറ്റ് ഇസ് ജസ്റ്റ് ഒരു നമ്മൾ ഇതിനെ പറ്റിയിട്ടൊരു ബോധവാന്മാരാകണം. അതിനാണല്ലോ നമ്മളിപ്പം ഇത് ചെയ്യുന്നത്. അതുമാണ് ആൾക്കാരിൽ ഇത് ബോധവാന്മാരാക്കണം. അസുഖങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് നിങ്ങളുടെ നമുക്കൊരു ചിട്ട, നമ്മളൊരു ചിട്ട ചെറുതായിട്ടൊന്ന് നോക്കണം. ചുമ്മാതെ വലിച്ചു വാരി തിന്നാനിടയാകരുത്. നമ്മളുടെ ആവശ്യം, നമ്മുടെ ശരീരത്തിന് അതൊരു മെഷീനാണ്, അത് ആവശ്യത്തിനുള്ള ഫുഡാണോ കഴിക്കുന്നത്. ഇപ്പം ഒരു കാറിനകത്ത് ചുമ്മാതെ കൊണ്ട് ഡീസൽ ഒഴിച്ച് കഴിഞ്ഞാൽ ടാങ്ക് നിറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്താ അപകടം പറ്റുക, അതിന് പല തരത്തിലുള്ള അപകടം പറ്റും. അപ്പോൾ അതേപോലെ നമ്മൾക്കത് ചെയ്യാൻ പാടില്ല. പിന്നെ അത് റിയൽ മെയിൻ്റനൻസ്, ഇറ്റ് ഈസ് എ ഡെയിലി മെയിൻ്റനൻസ്. നമ്മുടെ മെഷീൻ എന്ന് പറയുന്നത്, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഡെയിലി മെയിൻ്റനൻസ് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഇത് ചെയ്യുക എന്നുള്ളതാണിത്. ഇത് ഈ താക്കോൽദ്വാരത്തേക്കാണ് ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു വിഷ്ണു ചോദിച്ച ക്വസ്റ്റ്യനിലേക്ക് ഞാൻ വരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലാപ്രോസ്കോപ്പിക് സർജറി കൂടെ നമ്മൾ ഈ ഒബീസ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് ആൻ അഡ്വാൻസ് ലാപ്രോസ്കോപ്പിക് സർജറി. നമ്മൾ ലാപ്രോസ്കോപ്പിക് സർജറി നമ്മൾ തുടങ്ങിയ സമയത്ത് ഭാഗ്യവശാൽ 1990-ലാണ് ഇത് കണ്ടുപിടിച്ചത്. 1992-ലാണ് ഇന്ത്യയിൽ ഇതെത്തിയത്. 1993-ൽ തന്നെ നമ്മുടെ ഈ കൊച്ചു പെരിന്തൽമണ്ണയിൽ ഇത് കേരളത്തിൽ ആദ്യമായിട്ട് ലാപ്രോസ്കോപ്പിക് സർജറി സ്റ്റാർട്ട് ചെയ്യുവാനായിട്ട് സാധിച്ചു. ഇവിടുത്തെ ഈ ഹോസ്പിറ്റലിന്റെ ഡയറക്ടേഴ്സിനൊക്കെയാണ് അതിനെ അഭിനന്ദിക്കേണ്ടത്. അത്രമാത്രം ഒരു ലോങ് വിഷൻ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വൺ ഓഫ് ദി ലാർജസ്റ്റ് നമ്പർ, നമ്മളിപ്പോൾ ഒരു 1.25 ലക്ഷത്തോളം ലാപ്രോസ്കോപ്പിക് സർജറി നമ്മൾ ചെയ്തു കഴിഞ്ഞിരിക്കും. അതിൻ്റെ അകത്ത് അഡ്വാൻസ് ലാപ്രോസ്കോപ്പിക് സർജറി, ഇപ്പം ക്യാൻസറിനുള്ള ഓപ്പറേഷനുകളിൽ അതേപോലുള്ള അതിൽ പെട്ടതാണ് ഈ ഇത്. അപ്പോൾ ഇതിൻ്റെ ഒരു എനിക്ക് നമ്മൾ ആദ്യം തുടങ്ങിയത് കാരണം നമ്മൾ ഹേണി അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ചെയ്ത് തുടങ്ങിയപ്പം ഇങ്ങനെ ഒരു സർജറി വന്നപ്പോൾ 2003-ൽ ഞാൻ ഇതിൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് സ്വിറ്റ്സർലൻഡിൽ പോയി. അത് കഴിഞ്ഞിട്ട് കണ്ടമാനം കാരണം ചെയ്ത് സാധാരണ ചെയ്യുന്ന പോലുള്ളൊരു ഓപ്പറേഷൻ അല്ല. പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒബീസ് പേഷ്യൻ്റ് ഓപ്പറേറ്റ് ചെയ്യുമ്പം ഒബീസ് പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ സിസ്റ്റംസും കോംപ്രമൈസ്ഡ് ആണ്. യു ജസ്റ്റ് ഇമാജിൻ 150 kg വെയിറ്റ് ഉള്ള ഒരാളുടെ ദേഹത്ത് അദ്ദേഹത്തിന് ശരിക്കും ആവശ്യം വേണ്ടത് ചിലപ്പോൾ 60 കിലോ 65 കിലോ ഓർ 75 കിലോ എന്ന് വിചാരിച്ചു. അത്രയും തന്നെ ഫാറ്റ് പിന്നെ അദ്ദേഹത്തിന് ദേഹത്ത് കിടക്കുക. ഈ ദേഹത്ത് കിടക്കുന്നത് ഒരു ഭാഗത്ത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് നമ്മുടെ ഏഷ്യ പസഫിക് റീജിയനിലുള്ള ആൾക്കാർക്ക് നമ്മളുടെ അറൗണ്ട് ഓർ വേസ്റ്റ്, നമ്മൾ പറയുന്ന ഈ കൊടവയറെന്ന് പറയുന്നത്, അത് കൂടുതൽ ഫാറ്റ് വരുന്നത് മുഴുവനും നമ്മളുടെ അറൗണ്ട്. പക്ഷേ അതേപോലെ തന്നെ നമ്മുടെ ഹാർട്ടിന് ചുറ്റും, നമ്മുടെ ലങ്സിന് ചുറ്റും, നമ്മുടെ ലിവർ, കിഡ്നി എല്ലാത്തിൻ്റെ അകത്തും കാണും. ഇപ്പം അറിയാം, നമ്മളിപ്പോൾ അൾട്രാസൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവരും വന്ന് പറയും ഇവരുടെ എല്ലാം ലിവർ, ഫാറ്റി ലിവർ. എന്താ ഈ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, എക്സ്ട്രാ നമ്മൾ ഫാറ്റുള്ള നമ്മുടെ ദേഹത്ത് അത് ലിവറിൽ അടിഞ്ഞ് ആ ലിവർ ചീത്ത ചെയ്യാൻ തുടങ്ങുന്നതാണ്. അപ്പോൾ നമ്മുടെ വെയിറ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഇതേപോലെ ഈ നമ്മളിപ്പോൾ ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന ഇങ്ങനെയുള്ള ആൾക്കാരിൽ ഒരു സ്ട്രെയിൻ എടുത്തിട്ട്, സോ അതുകൊണ്ടാണ് ഈ അസുഖങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് 2006-ൽ നമ്മൾക്ക് ഞാൻ വളരെയധികം ഇതിന് വേണ്ടിയിട്ട് അന്നൊക്കെ ഈ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പം വി ഹാവ് ടു, ഇപ്പം എന്നെ കൊണ്ട് മാത്രമല്ല ബാക്കിയുള്ള അനസ്തീഷ്യ ടീം, അതേപോലെ ഓപ്പറേഷൻ തിയേറ്ററിലുള്ള ബാക്കിയുള്ള ടീം, അതെല്ലാം ഇതായിരിക്കണം. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ 2006-ൽ സ്റ്റാർട്ട് ചെയ്തു.
എന്തെല്ലാം അന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്തിരുന്ന പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കുറേ അന്നൊക്കെ ഈ കണ്ടമാനം കൺസേൺ ഉണ്ടായിരുന്നു, ഒരു സർജറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രശ്നം, ഇതിനു വേണ്ടിയിട്ട് ഒബിസിറ്റിക്ക് വേണ്ടിയിട്ട് സർജറി ചെയ്യുമോ എന്നൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷേ വളരെയധികം ഒരുപാട് സാറ് ഞാൻ കാണാറുണ്ട്, സാർക്ക് തന്നെ വരാറുള്ള മെസ്സേജുകളും ഇതൊക്കെ വെരി താങ്ക്ഫുൾ ടു യു. കാരണം അവരുടെ ലൈഫ് തന്നെ മാറിപ്പോണം. ഞാൻ പല ആൾക്കാരും എൻ്റെ ഫ്രണ്ട്സിനെ പോലും കണ്ടിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട്. അവരുടെ വെരി ഡിസേർവിങ് സർജറീസ്, ചില സർജറീസ് ഉണ്ടല്ലോ നമ്മളുടെ ആൾക്കാർ. കാരണം വെച്ചാൽ ഈ ഒബീസ് ആൾക്കാരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ ആരോഗ്യം മാത്രമല്ല, അവർക്കുള്ള സോഷ്യൽ സ്റ്റിഗ്മ, അവരുടെ ഫാമിലി ലൈഫ്, അവരുടെ ഇപ്പം സെക്ഷൽ ആയിട്ടുള്ള അവരുടെ ഇത്, അത് അങ്ങനെയുള്ള കണ്ടമാനം പ്രശ്നങ്ങൾ അവർക്ക് ട്രാവൽ ചെയ്യാനുള്ള. അപ്പൊ അതെല്ലാം മാറി കിട്ടുകയാണ്. അവരൊരു ദേ ആർ ഗോയിങ് ടു ഗെറ്റ് എ ന്യൂ ലൈഫ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് കൺസേൺസ് അതും കൂടി നമുക്കൊന്ന് സംസാരിക്കാം. ഒബീസിറ്റി സർജറി പറ്റിയുള്ള മേജർ കൺസേൺ എന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ റിസ്ക് ഫാക്ടറാണ്. സാർ പറഞ്ഞല്ലോ ഇപ്പോൾ എത്രയോ റിസ്ക് കുറഞ്ഞു മുമ്പത്തെ വെച്ചിട്ട്. ഇപ്പോൾ സാറിൻ്റെ ഒരു അനുമാനത്തിൽ ഇപ്പോഴത്തെ റിസ്ക് എന്താണ്, ഒരു കമ്പാരിസൺ പറയുകയാണെന്നുണ്ടെങ്കിൽ? ശരിയാണ്, നമ്മൾ ഈ ആദ്യം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ദിസ് ഈസ് ഓൾ നമ്മൾ താങ്ക്സ് പറയേണ്ടത് നമ്മളെ ടെക്നോളജിയും ഇന്നോവേഷൻസും ആണ് നമ്മൾ പറയുന്നത്. കാരണം വെച്ചാൽ നമ്മൾ ലാപ്സ്കോപ്പി സർജറിയിൽ തന്നെ ഇപ്പോൾ ആദ്യം നമ്മൾ തുടങ്ങിയപ്പം വെറും 2D ആയിരുന്നു, അത് HD ആയി, പിന്നെ അത് 4K ആയി, ഇപ്പം അത് 3D ആയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ സാധാരണ കാണുന്നതിനേക്കാൾ ഒരു 20 ഇരട്ടി വലിപ്പത്തിൽ നമുക്ക് സാധനങ്ങൾ കാണാം. അതേപോലെ അപ്പം നമ്മൾ മൈക്രോസ്കോപ്പിനുള്ളിൽ വെച്ചിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെയാണ് ഇപ്പം നമ്മൾ ലാപ്രോസ്കോപ്പിൽ കൂടെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിൻ്റേതായിട്ടുള്ള അപ്പം കുറേയും കൂടെ സേഫ്റ്റി ആയി. എന്നുവെച്ചാൽ രക്തക്കൊഴലുകളൊക്കെ വളരെ ഭയങ്കര വലുപ്പത്തിൽ കാണാം. അപ്പം ബ്ലീഡിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അത് ചെറിയ മുറിവുകൾ കൂടി ആയത് കാരണം വേദന ഉണ്ടാകുന്നില്ല. അപ്പം അങ്ങനെയുള്ള കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട് ഈ പേഷ്യൻസിന്. ഇപ്പോഴുള്ള പണ്ടൊക്കെ നമ്മൾ അതുകൊണ്ട് തന്നെ ഒരു 5 ദിവസമൊക്കെ പേഷ്യൻറ്റിന് സ്റ്റേ വേണ്ടി വരുന്നത് ഇപ്പോൾ നമ്മൾ ഇത് റുട്ടീനായിട്ട് നമ്മൾ ചെയ്ത് നമ്മൾ ഒരു ദിവസം 2 ദിവസം കൊണ്ട് ഈവൻ ഡേ കെയർ സർജറി ആയിട്ട് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. രാവിലെ വന്നു ചെയ്തു, വൈകുന്നേരം ആയപ്പോൾ പേഷ്യൻ്റ് പോയി. ആകപ്പാട് ഇതിൻ്റെ അകത്തുള്ള ഒരു റെസ്ട്രിക്ഷൻ, ഇതിൻ്റെ അകത്തുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മുതൽ ഹീ ഈസ് ബാക്ക് ടു യുവർ വർക്ക്. നമ്മൾ എത്രത്തോളം വർക്ക് കൂടുതൽ ഇമ്മീഡിയറ്റ് ആഫ്റ്റർ സർജറി ചെയ്യുന്നോ അത്രത്തോളം വേഗം ഈ ഫാറ്റ് ബേൺ ആവും. ആകപ്പാടെയുള്ള റെസ്ട്രിക്ഷൻ നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 2 ആഴ്ചത്തേക്ക് നമ്മൾ ലിക്വിഡ് ഡയറ്റ് ആയിരിക്കും കൊടുക്കുക. അതിൻ്റെ എല്ലാം ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡയറ്റീഷ്യൻസ് ഉള്ളൊരു ഫോളോ അപ്പ് ഉണ്ട്. ദിസ് ഇസ് എ ടീം വർക്ക്. അപ്പം നമ്മളെപ്പോഴും പറയും ഇതിൻ്റെ ദിസ് ഇസ് എ ബെറിയാട്രിക് പ്രോഗ്രാം എന്ന് പറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ബെറിയാട്രിക് സർജറി എന്ന് പറയുന്നത് ദി ഹോൾ പ്രോഗ്രാമിൻ്റെ ഒരു 20% ആവുന്നുള്ളൂ. ബാക്കിയുള്ള 30% ഡയറ്റീഷ്യന്റെ റോളാണ്. ഡയറ്റീഷ്യൻ പറയുന്നതിനനുസരിച്ചിട്ട് അദ്ദേഹം ഫുഡ് കഴിക്കാൻ കഴിയും. സൈക്കോളജിസ്റ്റ്, കൗൺസിലിംഗ്, ഫിസിയോതെറാപ്പിസ്റ്റ്. ബാക്കിയുള്ള 50% ഈ പേഷ്യന്റിന്റെ റോളാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ പേഷ്യന്റ് നടക്കുന്നതിന് പോലെ ഞാൻ നടന്നിട്ട് കാര്യമില്ലല്ലോ. സോ ഹി ഹാസ് ടു ചേഞ്ച് ഹിസ് ലൈഫ് സ്റ്റൈൽ ആൻഡ് അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അഗെയിൻ ഹി ഹാസ് ടു കണ്ടിന്യൂ ദാറ്റ്. അത് തന്നെയാണ് ഒരു കൺസേൺ സാർ. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ തന്നെ ചോദിക്കാൻ വിചാരിച്ചത്, വെയിറ്റ് റീഗെയിൻ എന്നുള്ളൊരു പ്രോബ്ലം. പിന്നെ ആൾക്കാർ എൻ്റെ അടുത്ത്, ഞാനിപ്പോൾ സാറത്തേക്ക് റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിക്കുന്നത് ഗൂഗിൾ ചെയ്തിട്ടൊക്കെയാണല്ലോ വരിക. ഇപ്പോൾ ചാറ്റ് GPTയോടൊക്കെ ചോദിച്ചിട്ട്. ഇപ്പോൾ മാൽ ന്യൂട്രീഷൻ ഒരു മേജർ കൺസേൺ ആണ്. നമുക്കിത് കഴിഞ്ഞിട്ട് ന്യൂട്രീഷൻ ഇല്ലാതാവും, നിങ്ങൾ അനീമിക് ആവും, വീക്ക് ആവും, ഇങ്ങനെയൊക്കെയുള്ള ഒരു കൺസേണും കുറെ ഒബീസ് ആൾക്കാർക്കുണ്ട്. വിഷ്ണു പറഞ്ഞ വളരെ ശരിയാണ്. ആദ്യമൊക്കെ നമ്മൾക്കുണ്ടായിരുന്നതിനനുസരിച്ച് കഴിഞ്ഞാൽ കുടൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുറിച്ച് മാറ്റി കൂട്ടി ചെയ്യും. നമ്മളിതെല്ലാം നമ്മൾ സ്റ്റേപ്ലേഴ്സ് എന്ന് പറഞ്ഞ ഉപകരണങ്ങളാണ് വെച്ചിട്ട് ചെയ്യുന്നത്. പക്ഷേ എന്നാലും ആദ്യമൊക്കെ ഒരു കൺസേൺ ലീക്ക് ഉണ്ടാവുമോ, ബ്ലീഡിങ് ഉണ്ടാവുമോ, ഇപ്പം അതൊന്നും ഇല്ല നമുക്ക്. ശരിക്കും പറഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു അപ്പൻഡിക്സ് നമ്മൾ ചെയ്യുന്നത് പോലെയാണ് ഇപ്പോഴും നമ്മളിത് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യങ്ങളൊന്നും ഇല്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പം വിഷ്ണു ചോദിച്ചതാണ്, ഈ നമ്മൾ ഈ 6-7 മീറ്ററിൽ നിന്നുള്ള അബ്സോർപ്ഷൻ 5 മീറ്റർ ആയി കഴിയുമ്പോൾ എന്തെങ്കിലും ഉണ്ടാവും. ശരിയാണ്. അതൊരു കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 6-7 മീറ്ററിൽ നിന്നുള്ള അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഓരോ ഭാഗത്തു നിന്നും ഓരോ സാധനങ്ങളാണ് അബ്സോർബ് ചെയ്യുക. നമ്മുടെ ശരീരത്തിന് കാർബോഹൈഡ്രേറ്റ് വേണം, പ്രോട്ടീൻ വേണം, ഫാറ്റ് വേണം, മിനറൽസ് വേണം, വൈറ്റമിൻസ് വേണം. ഇതെല്ലാം ഓരോരോ ഭാഗങ്ങളിൽ നിന്നാണ് അബ്സോർബ് ചെയ്യുക. അപ്പോൾ ഈ ബൈപ്പാസ് ചെയ്യുന്ന ഭാഗങ്ങളിൽ നിന്നുള്ള അബ്സോർപ്ഷൻ കുറയും. എസ്പെഷ്യലി ഇപ്പം വൈറ്റമിൻ B12, വൈറ്റമിൻ B1, D3, അയൺ, ഇതിൻ്റെ എല്ലാം അളവ് കുറയും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ സർജറിയും ബാക്കിയുള്ള സർജറിയും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഇപ്പം നമ്മളിപ്പം ഒരു ഹേർണിയ ചെയ്തു, ഒരു തൈറോയ്ഡ് ചെയ്തു, 1-2 റിവ്യൂ മതി. അത് കഴിഞ്ഞാൽ പിന്നെ ഡോക്ടറും സർജനും രോഗിയും തമ്മിലുള്ള ബന്ധം വിട്ടു, പിന്നെ ഒന്നുമില്ല. പക്ഷെ ഈ ബെറിയാട്രിക് സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ആ പേഷ്യൻറ്റിൻ്റെ ലൈഫ് ലോങ് ഹി ഹാസ് ടു ബി ഇൻ കോണ്ടാക്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന് കാണണമെന്നൊന്നുമല്ല, ഷുഡ് ബി ഇൻ കോണ്ടാക്ട്. എന്ന് വെച്ചാൽ ഒരു ഫോളോ അപ്പ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഒരു പ്രോട്ടോകോൾ ഉണ്ട്. സാധാരണ രീതിയിൽ ആദ്യത്തെ വർഷം ഒരു 4 പ്രാവശ്യം നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ കുറവുണ്ടോ എന്നുള്ള അറിയാനായിട്ട്. അപ്പോൾ അതിനായിട്ടുള്ള സപ്ലിമെന്റ്സ്, അത് വേറൊന്നുമല്ല, ജസ്റ്റ് B കോംപ്ലക്സ് കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ചെറുതായി കഴിയുമ്പോൾ ചിലർക്ക് ഉണ്ടാകുന്ന ഈ ഗ്യാസിന്റെ അസുഖം ഉണ്ടാകും, അതിനുള്ള മരുന്നുകൾ. അങ്ങനെ 2-3 മരുന്നുകൾ ഇവർ ഒരു മിനിമം ഒരു 2 വർഷങ്ങളൊന്നും കഴിക്കേണ്ടി വരും. അതിന്റെ അളവുകൾ നമ്മൾ
നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ആദ്യത്തെ വർഷം ഒരു 4 പ്രാവശ്യം, അത് കഴിഞ്ഞാൽ പിന്നെ വർഷത്തിൽ 2 പ്രാവശ്യം ഈ ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യുക. അതിപ്പോൾ ഒരു 40 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ പറയാറുണ്ടല്ലോ നമ്മൾ ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്യുകയാണെന്നുള്ളത്. അതേപോലെ തന്നെ ചെക്ക് ചെയ്യുക, അത് ഡോക്ടറെ അറിയിച്ചുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ ഡയറ്റ് പാറ്റേണിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദേ മേ നീഡ് എ കൗൺസിലിംഗ്. കാരണം വെച്ചാൽ ഇങ്ങനെയുള്ളവരുടെ എല്ലാം ഒരു മാനസികമായിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ ആൾക്കാരേ ഉള്ളൂ. കാരണം വെച്ചാൽ കൂടുതൽ ആൾക്കാരും അവർ ശ്രമിച്ചിട്ട് വെയിറ്റ് കുറയാതിരിക്കുന്ന ആൾക്കാരാണ്. ചില നമുക്ക് വരുന്ന ഒരു പകുതിയുള്ള ആൾക്കാരും പറയും ഡോക്ടറെ കണ്ടുപോകാൻ നോക്കി, ആ സമയത്ത് കുറയും, പിന്നെയും അത് കൂടും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ സ്റ്റമക്ക് സൈസ് കൊണ്ടാണ്, അതിനകത്ത് നിന്നുണ്ടാകുന്ന ഹോർമോൺസ് കൊണ്ടാണ്. അത് അവർ എത്ര വിചാരിച്ചാലും മാറ്റാൻ പറ്റില്ല. അങ്ങനെയുള്ള ആൾക്കാർ വളരെ നന്നായിട്ട് പോകും. ചില ആൾക്കാരുണ്ട് അവർക്ക് ഈ ഒരു വെയിറ്റ് ഒരു കൺസേണേ അല്ല. അവർക്ക് വെയിറ്റ് എന്ന് പറയുന്നത് അവർ അതിനെപ്പറ്റി അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ, ബോധേടല്ല, അവരിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ബാക്കിയുള്ള ആൾക്ക് ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോൾ സർജറി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. എന്ന് വെച്ചാൽ അവർക്ക് ഡയബറ്റീസ് ഒന്നും നടക്കാൻ വയ്യ, മുട്ടുവേദന, നടുവേദന, അവർക്ക് ഒരു മൂയ്യ, പിന്നെ ബാക്കിയുള്ള ആൾക്കാരും വീട്ടുകാരൊക്കെ പറഞ്ഞ് ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ ഫോളോ അപ്പിൽ ഇതിലും അധികം ശ്രദ്ധിക്കാത്തത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരും കൂടെ അത് മാറിയാലേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മളിപ്പം ആദ്യം എന്താണെന്നുണ്ടെങ്കിൽ ഇവർക്ക് വെയിറ്റ് കുറയും. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു 1-2 വർഷം കഴിയുമ്പോൾ നമ്മുടെയൊക്കെ ആമാശയം എന്ന് പറയുന്നത് ഇലാസ്റ്റിസിറ്റി ഉള്ളതാണ്. അപ്പോൾ നമ്മൾ എത്ര ചെറുതാക്കി വെച്ച് കഴിഞ്ഞാലും അവനൊരു 2 വർഷം കഴിയുമ്പം അതിൻ്റെ ഇരട്ടിയാവും. അപ്പം അവൻ്റെ ഡയറ്റ് കൺട്രോൾ ചെയ്തിട്ടാന്ന് വെച്ചാൽ ഇപ്പം സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ആദ്യം ഓപ്പറേഷൻ കഴിഞ്ഞപ്പം ഒരു 2 ഇഡ്ഡലി കഴിച്ച വയറ് നിറഞ്ഞു എന്ന് തോന്നുന്ന ആൾക്കാർ മിക്കവരും ഒരു 2 വർഷം കഴിയുമ്പോൾ അവന് 4 ഇഡ്ഡലി കഴിക്കാൻ പറ്റും. പക്ഷേ അവന് കഴിക്കാൻ ആ സമയം കൊണ്ട് അവൻ നോർമൽ വെയിറ്റ് ആവും, അവനത് കഴിക്കാൻ. പക്ഷേ അവൻ അതിനനുസരിച്ചിട്ടുള്ള എക്സസൈസ് ചെയ്യണം. ഈ റീഗെയിനിങ് വെയിറ്റ് വരുന്നത് ഇത് ചെയ്യാതിരിക്കുകയും പിന്നെയും പഴയ സ്റ്റൈലിൽ കഴിച്ചു തുടങ്ങുകയും ചെയ്യുന്ന ആൾക്കാർക്കാണ്. അത് അവർക്കൊരു സെക്കൻഡ് ചാൻസ് കിട്ടിയതാണ് ലൈഫിന്, അല്ലേ? അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫോളോ അപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോളോ അപ്പിൽ ഞങ്ങൾ മെയിനായിട്ട് ഇങ്ങനെ ലോങ് ടേം ഫോളോ അപ്പിൽ ചെയ്യുന്ന കൗൺസിലിംഗ് ആണ്. ഈ പേഷ്യൻസിനെ നമ്മൾ ഇത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം, അവരുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഇത് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും കൂടി ഒത്തുചേർന്നിട്ട് ശ്രമിച്ചാൽ മാത്രമേ, ഒബിസിറ്റി സർജറിയും ഇതിൻ്റെ ഒരു മേജർ പാർട്ട് തന്നെയാണ്. ഒബിസിറ്റി ആസ് സച്ച് ഒരു ഡിസീസാണ്. അതിന് മൾട്ടി ഫാക്ടോറിയലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, ഒരു സമൂഹം എന്നുള്ള നിലയ്ക്കും അതായത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഗവൺമെൻറ്റിന് ചെയ്യാനുണ്ട്, പൊളിറ്റീഷ്യൻസിന് ചെയ്യാനുണ്ട്, അതുപോലെ നമ്മൾ ടീച്ചേഴ്സിന് ചെയ്യാനുണ്ട്. കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ചൈൽഡ്ഹുഡ് കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒബിസിറ്റി, അവിടെ കൗൺസിലിംഗ് ആവശ്യമാണ്. അതുപോലെ തന്നെ ഡോക്ടേഴ്സിന് ചെയ്യാനുണ്ട്. ഈ ഹെൽത്ത് വർക്കേഴ്സിനെ നമ്മൾ പഠിപ്പിക്കുക, ട്രെയിൻ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജോലിയാണ്. അതുപോലെ നഴ്സുമാർക്ക് ചെയ്യാനുണ്ട്, മെൻ്റൽ ഹെൽത്ത് കൗൺസിലേഴ്സിന് ചെയ്യാനുണ്ട്, ഡയറ്റീഷ്യൻസിന് ചെയ്യാനുണ്ട്. എല്ലാവരും കൂടി ഒത്തൊരുമിച്ചിട്ട് നമുക്ക് ഈ ഒരു ഹെൽത്തി 2050 നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പേടിക്കുന്ന പോലെയുള്ള പ്രശ്നം വരാതെ ഇന്ത്യയിൽ എല്ലാവർക്കും ഒരു ഹെൽത്തി ലൈഫ് കിട്ടാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ശ്രമിക്കാം. അപ്പോൾ താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. താങ്ക് യു വെരി ഗുഡ്. നന്നായിട്ടുണ്ട്. അത് ഞാൻ എഡിറ്റ് ചെയ്യാൻ തട്ടിയാണ്.